ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഹബീബ സജീർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത ആളുകളെ ലോകം ഒരിക്കലും ഗൗരവമായി കാണില്ല. ഇത് അല്പം കടുപ്പമുള്ള വാക്കാണ്, പക്ഷേ സത്യമായതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ എല്ലായ്പ്പോഴും സമയം കൊടുക്കുന്നവനാണെങ്കിൽ, നിങ്ങൾ എല്ലായ്പ്പോഴും എല്ലാവർക്കും സമയം കൊടുക്കുന്നവനാണെങ്കിൽ, എല്ലാവർക്കും വേണ്ടി എല്ലാം വഴങ്ങി നിൽക്കുന്നവനാണെങ്കിൽ, ഇല്ല എന്ന് പറയാൻ കഴിയാത്തവനാണെങ്കിൽ, ആളുകൾ പതുക്കെ ഒരു കാര്യം പഠിക്കും: ഇവനെ ഉപയോഗിക്കാം. ആദ്യത്തിൽ അത് സ്നേഹമായി തോന്നും. അവൻ നല്ലവനാണ്, അവൾ വളരെ കരുതലുള്ളവളാണ്. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞാൽ ബഹുമാനം കുറയും, വില കുറയും, നിങ്ങളുടെ സാന്നിധ്യം സാധാരണമാകും. ഒരു കാര്യം മനസ്സിലാക്കണം: ആരും ഒരു ദിവസം കൊണ്ട് നിങ്ങളെ ബഹുമാനിക്കാതാകുന്നില്ല. നിങ്ങൾ നിങ്ങളെ എത്ര മൂല്യം കൊടുക്കുന്നു എന്ന് കണ്ടാണ് അവർ പെരുമാറുന്നത്. നിങ്ങൾ നിങ്ങളുടെ സമയം കാത്തു സൂക്ഷിക്കാത്തപ്പോൾ മറ്റൊരാളത് കാത്തു സൂക്ഷിക്കില്ല. നിങ്ങൾ എല്ലാത്തിനും വിശദീകരണം പറഞ്ഞു നടക്കുന്ന ഒരാളാണെങ്കിൽ മറ്റുള്ളവർ അത് ലഘുവായി കാണും. സെൽഫ് റെസ്പെക്റ്റ് വളർത്താൻ 3 ചെറിയ ശീലങ്ങൾ പറയാം. 1. ഉടൻ സമ്മതിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ ശരിയെന്ന് പറയരുത്. ഞാൻ നോക്കി പറയാം എന്ന് പറയാൻ പഠിക്കുക. ചെറിയ മാറ്റം പോലെ തോന്നും, പക്ഷെ അതാണ് നിങ്ങളുടെ മൂല്യം കൂട്ടുന്നത്. 2. ചെറിയ കാര്യങ്ങളിൽ നിന്ന് ഇല്ല പറയാൻ തുടങ്ങുക. ഒരു ദിവസം കൊണ്ട് വലിയ അതിരുകൾ വെക്കാൻ പറ്റില്ല. ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. അസൗകര്യം തോന്നിയാലും പറയാൻ ശീലിക്കുക. 3. അധികം വിശദീകരിക്കരുത്. നിങ്ങളെ ബഹുമാനിക്കുന്നവർക്ക് നീണ്ട വിശദീകരണം വേണ്ട, ചുരുക്കം വാക്കു മതി. ഒന്ന് ഓർമ്മിക്കുക: സെൽഫ് റെസ്പെക്റ്റ് അഹങ്കാരമല്ല, അത് ഉള്ളിലെ ഉറപ്പാണ്. നിങ്ങളെ മൂല്യമുള്ളവരാളായി കാണുമ്പോൾ മറ്റുള്ളവർക്കത് മനസ്സിലാക്കാൻ സമയമെടുത്തെന്ന് വരാം. പക്ഷെ ഒരു ദിവസം അവർ അതുപോലെ തന്നെ പെരുമാറും. ഇതുപോലെയുള്ള നിങ്ങളെ മെൻ്റലി സ്ട്രോങ് ആക്കുന്ന ഡെയിലി മെസ്സേജ് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാറുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്.